ഈസ്റ്റർ അവധിക്ക് ശേഷം സ്വർണ്ണവില കുതിപ്പ് തുടരുകയാണ്. ഗ്രാമിന് 95 രൂപ കൂടി 9,015 രൂപയായി. പവന് 72,120 രൂപയാണ് വില. എസ് രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ആഗോള വിപണിയിൽ സ്വർണത്തിന് വേണ്ടിയുള്ള ഡിമാൻഡ് അങ്ങനെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിലക്കുതിപ്പ് തുടരുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ പക്ഷേ ഒരു ഗ്രാമിന് 9,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതുണ്ട്. 3-4 മാസത്തിനുള്ളിൽ തന്നെ 10,000 മുകളിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞെട്ടിക്കുന്ന വസ്തുതയാണ്. തീർച്ചയായും പൊന്നിന് റോക്കറ്റ് പോലെ വില കുതിക്കുകയാണ്. 9,000 മുകളിലേക്ക് ഗ്രാമിന് ആദ്യമായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ മാസം ഏകദേശം ഈ സമയത്ത് ഏകദേശം 65,000-ഓളം രൂപയായിരുന്നു സ്വർണത്തിന് വില. അത് ഒരു മാസം ആകുമ്പോഴാണ് 8,000-ഓളം രൂപയുടെ വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സാധാരണഗതിയിൽ ഈ ഗോൾഡ് ട്രീ പോലെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് സ്വർണ്ണ സ്ഥാപനങ്ങളുടെ. അപ്പോൾ അവർ ഇന്നത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ വിലയ്ക്ക് പോലും സ്വർണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിപണിയിൽ കാര്യമായിട്ടുള്ള കുറവില്ല സ്വർണ്ണ വിൽപ്പനയിലെന്നാണ് ജ്വല്ലറി ഉടമകളും മറ്റുമൊക്കെ പറയുന്നത്. കാരണം ആ രീതിയിൽ തന്നെ സ്വർണ്ണ വിൽപ്പന നടക്കുന്നുണ്ട്. കാരണം വൻകിടക്കാരടക്കം കൂടുതൽ ഇനിയും സ്വർണ്ണവില വർദ്ധിക്കാം എന്ന ചിന്തയിൽ കൂടുതൽ വാങ്ങുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അല്പം ബുദ്ധിമുട്ടിലാണ്. എന്തായാലും ഈ കാരണങ്ങൾ നമുക്ക് വ്യക്തമാണ്. ട്രംപിൻ്റെതായിട്ടുള്ള വ്യാപാര യുദ്ധവും താരിഫും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും കൂടാതെ ചൈന ഈ അമേരിക്കൻ സ്വർണ്ണ ബോണ്ടുകൾ വിറ്റഴിക്കുമെന്ന പ്രചരണവും ഒക്കെ ഇത്തരത്തിലുള്ള വില വർധനവിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ ഈ സ്വർണ്ണവില വർദ്ധിക്കുന്നതിൻ്റെ ആ ഗ്രാഫ് സാധാരണഗതിയിൽ അങ്ങനെ കുറഞ്ഞു പോകാറാണ്. പക്ഷേ ഇത് വലിയ തോതിൽ പോകുന്നു. ഇന്നത്തെ വിലയ്ക്ക് പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. അതായത് ഇത് അവസാനിക്കുമ്പോൾ ഏകദേശം ഇനി 1 ലക്ഷത്തിലേക്കടക്കം പോകുന്ന തലത്തിലേക്ക് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ എത്തുമെന്ന സൂചനകളാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. ശരത് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.